ഒരു ചോദ്യം. നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടും ആവശ്യത്തിന് പണവും ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഭൂമിയിലെ ഏത് സ്ഥലത്തും നിങ്ങൾക്ക് പോകാൻ കഴിയുമോ? ഉത്തരം ഇല്ല. കാരണം ഈ ലോകത്ത് സാധാരണ മനുഷ്യർക്ക് കാല് പോലും കുത്താൻ അനുവാദമില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ പോയാൽ അറസ്റ്റ് ചെയ്യപ്പെടും, ചിലയിടങ്ങളിൽ പോയാൽ തിരികെ വരുമോ എന്ന് പോലും ഉറപ്പില്ല. എന്തിനായിരിക്കും മനുഷ്യരെ ഈ സ്ഥലങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ അവിടെ പോകേണ്ട എന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാം. മൊത്തം 7 സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് 7ാമത്തെ സ്ഥലം ഏതാണെന്നറിയാം. നമ്പർ 7, വത്തിക്കാൻ അപ്പോസ്തോലിക് ആർക്കൈവ്. വത്തിക്കാൻ സിറ്റി സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു മ്യൂസിയമല്ല. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രരേഖകൾ സൂക്ഷിക്കുന്ന ശേഖരങ്ങളിലൊന്നാണ്. നൂറ്റാണ്ടുകളായി ശേഖരിച്ച കത്തുകൾ, രേഖകൾ, പാപ്പാമാരുടെ ഔദ്യോഗിക രേഖകൾ, ചരിത്രവുമായി ബന്ധപ്പെട്ട വിലമതിക്കാനാവാത്ത വിവരങ്ങൾ എല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രമായി പ്രവേശിക്കാനാവില്ല. പ്രത്യേക യോഗ്യതയുള്ള ഗവേഷകർക്ക് മാത്രമാണ് കർശനമായ നടപടിക്രമങ്ങൾ പാലിച്ച് പ്രവേശനം ലഭിക്കുക. ഒരുപാട് ആളുകൾ ഇവിടെ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പ്രധാനമായും ചരിത്രരേഖകൾ സംരക്ഷിക്കുന്ന ഒരു ഗവേഷണ ശേഖരമാണ്. അതിനാലാണ് ഇതിൻ്റെ സുരക്ഷ അത്രയും കർശനമാക്കിയിരിക്കുന്നത്. ഇനി നമ്പർ 6, അതാണ് ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോൺ. സ്ഥലം വടക്കൻ ഉക്രൈൻ. 1986 ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തങ്ങളിലൊന്ന് ഇവിടെ നടന്നു. ചെർണോബിൽ ആണവ നിലയത്തിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വിപുലമായ പ്രദേശം റേഡിയേഷൻ ബാധിതമായി. ആയിരക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു. ഇന്നും ആ പ്രദേശത്തിൻ്റെ വലിയൊരു ഭാഗം നിയന്ത്രണങ്ങളോടെയാണ് പ്രവേശിക്കുവാൻ കഴിയുന്നത്. ചില മേഖലകളിൽ പരീക്ഷണം നേടിയ ഗൈഡുമാരോടൊപ്പം നിയന്ത്രിത ടൂറുകൾ ഉണ്ടെങ്കിലും എല്ലായിടത്തേക്കും പോകാൻ കഴിയില്ല. കാരണം ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും റേഡിയേഷൻ നില കൂടുതലായിരിക്കും. പ്രകൃതി ഒരു വശത്ത് ആ പ്രദേശം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്പർ 5, അതാണ് സഡ്സീ ദ്വീപ്. സ്ഥലം ഐസ്ലാൻഡിൻ്റെ തെക്കൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥലം കാണാൻ പറ്റും. പക്ഷേ ഡയറക്ഷൻ അടിച്ച് പോകാമെന്ന് മാത്രം വിചാരിക്കരുത്. കാരണം ഈ ദ്വീപിലേക്ക് സാധാരണ ആളുകൾക്ക് പ്രവേശനമില്ല. 1963 കടലിനടിയിൽ ഉണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഈ ദ്വീപ് രൂപപ്പെട്ടത്. അതായത് ഭൂമിയുടെ കൺമുന്നിൽ തന്നെ ജനിച്ച ഒരു പുതിയ ദ്വീപ്. ഇതെങ്ങനെ മാറുന്നു? ആദ്യം ഏത് ചെടി വളരുന്നു? ഏത് പക്ഷിയാണ് ആദ്യം ഇവിടെ കൂടുകൂട്ടുന്നത്? ജീവൻ എങ്ങനെ പതുക്കെ ഒരു പുതിയ സ്ഥലത്ത് രൂപപ്പെടുന്നു? ഇതെല്ലാം മനുഷ്യരുടെ ഇടപെടലില്ലാതെ പഠിക്കാനാണ് ശാസ്ത്രജ്ഞർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സാധാരണ സഞ്ചാരികളെ അനുവദിക്കാത്തത്. ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി പണ്ട് ഒരു രസകരമായ സംഭവം നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ഗവേഷണത്തിനായി വന്ന ഏതോ വിദ്യാർത്ഥിനിയുടെ കയ്യിൽ നിന്ന് ഇവിടെ തക്കാളി വിത്ത് നഷ്ടപ്പെടുകയും അത് കണ്ട ശാസ്ത്രജ്ഞർ ഉടൻ തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു. കാരണം മനുഷ്യരുടെ ഇടപെടലിലൂടെ വന്ന ഒരു ചെടി പോലും ഗവേഷണ ഫലത്തെ ബാധിച്ചേക്കാം. ചെറിയൊരു തക്കാളി ചെടി പോലും ഇവിടെ VIP ആയിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി നമ്പർ 4, അതാണ് ലാസ്കോ ഗുഹ. സ്ഥലം ഡോർഡോൺ, ഫ്രാൻസ്. 1940 4 കൗമാരക്കാർ അവരുടെ നായയെ തിരഞ്ഞ് നടക്കുന്നതിനിടയിലാണ് ഈ ഗുഹ കണ്ടെത്തിയത്. അകത്ത് കയറിയപ്പോൾ അവർ കണ്ടത് ഏകദേശം 17,000 വർഷം പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ. കുതിരകൾ, കാട്ടുപോത്തുകൾ, മാനുകൾ, ഇങ്ങനെ 100 കണക്കിന് ചിത്രങ്ങൾ. ഫോട്ടോ എടുക്കാൻ ഇന്നത്തെ പോലെ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്തേനെന്ന് ചിന്തിച്ചാലോ. ഈ കണ്ടെത്തലിന് ശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ ഗുഹ കാണാൻ എത്തി. പക്ഷേ ഒരു വലിയ പ്രശ്നം തുടങ്ങി. മനുഷ്യർ ശ്വസിക്കുമ്പോൾ പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഈർപ്പവും കാരണം ഗുഹയിലെ ചിത്രങ്ങൾ പൂപ്പലും കേടുപാടുകളും രൂപപ്പെടാൻ തുടങ്ങി. ആയിരക്കണക്കിന് വർഷം സുരക്ഷിതമായി നിന്ന ചിത്രങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങിയത് പ്രകൃതിയല്ല, മനുഷ്യൻ തന്നെയായിരുന്നു. അതിനാൽ 1963 ഫ്രാൻസ് സർക്കാർ യഥാർത്ഥ ഗുഹ പൊതുജനങ്ങൾക്കായി അടച്ചു. ഇന്ന് സന്ദർശകർക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥ ഗുഹയുടെ അതേപോലെ നിർമ്മിച്ചൊരു പകർപ്പാണ്. കാരണം ചരിത്രം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അതിനെ വീണ്ടും വരച്ചുണ്ടാക്കാൻ കഴിയില്ല. ഇനി നമ്പർ 3, അതാണ് ഏരിയ 51. അമേരിക്കയിലെ നെവാഡ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രഹസ്യ സ്ഥലങ്ങളിൽ ഒന്നാണ് ഏരിയ 51. ഇത് അമേരിക്കൻ വ്യോമസേനയുടെ അതീവ സുരക്ഷയുള്ള ഒരു സൈനിക പരീക്ഷണ കേന്ദ്രമാണ്. പതിറ്റാണ്ടുകളായി ഇവിടെ പുതിയ വിമാന സാങ്കേതിക വിദ്യകളും പ്രതിരോധ സംവിധാനങ്ങളും പരീക്ഷിച്ചു വരുന്നു. പക്ഷേ ഏരിയ 51നെ ലോകത്തിന് പ്രശസ്തമാക്കിയത് ശാസ്ത്രമല്ല, കിംവദന്തികളാണ്. ഇവിടെ അന്യഗ്രഹ ജീവികളെ ഒളിപ്പിച്ചിരിക്കുന്നു, UFOകൾക്ക് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു, ഇങ്ങനെ നിരവധി കഥകൾ വർഷങ്ങളായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് വിശ്വസനീയമായ തെളിവുകളൊന്നും ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ഇവയെല്ലാം സ്ഥിരീകരിക്കപ്പെടാത്ത അവകാശവാദങ്ങൾ മാത്രമാണ്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ പ്രദേശം അതീവ സുരക്ഷതയുള്ളതാണ്. അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ നിയമ നടപടിയും സുരക്ഷാ സേനയുടെ ഇടപെടലും നേരിടേണ്ടി വരും. ഏരിയ 51ൻ്റെ യഥാർത്ഥ രഹസ്യങ്ങൾ എന്താണെന്നറിയുന്നത് അവിടെ ജോലി ചെയ്യുന്ന വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. ഇനി നമ്പർ 2, അതാണ് സ്നേക്ക് ഐലൻഡ്. ബ്രസീലിലെ സാവോ പൗളോ സംസ്ഥാനത്തിൻ്റെ തീരത്ത് നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ദ്വീപ് മുഴുവൻ പാമ്പുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ അവധി ആഘോഷിക്കാൻ പോകുമോ? ഈ ദ്വീപിൻ്റെ യഥാർത്ഥ പേര് ഇല്യ ദ കെയ്മാഡ ഗ്രാൻഡി എന്നാണ്. പക്ഷേ ലോകം മുഴുവൻ ഇതിനെ വിളിക്കുന്നത് സ്നേക്ക് ഐലൻഡ്.
കാരണം ഇവിടെ ജീവിക്കുന്നത് ആയിരക്കണക്കിന് പാമ്പുകളാണ്. പ്രത്യേകിച്ച് ഗോൾഡൻ ലാൻസ് ഹെഡ് വൈപ്പർ എന്ന അതീവ വിഷമുള്ള ഇനം. ഇവയുടെ വിഷം വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് ഗവേഷകരും അധികൃതരും പോലും അതീവ ജാഗ്രതയോടെ ഇവിടെ പോകുന്നത്. ബ്രസീൽ സർക്കാർ സാധാരണ ജനങ്ങൾക്ക് ഈ ദ്വീപിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഇന്നിവിടെ പോകാൻ കഴിയുന്നത് പ്രത്യേക അനുമതിയുള്ള ശാസ്ത്രജ്ഞർക്കും നാവികസേനയ്ക്കും മാത്രം. അതാണ് നമ്പർ 1 നോർത്ത് സെന്റിനൽ ദ്വീപ്. ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലിസ്റ്റിലെ ഏറ്റവും രഹസ്യവും ഏറ്റവും അപകടകരവുമായ സ്ഥലങ്ങളിലൊന്നാണിത്. ഇനി അടുത്ത സ്ഥാനത്താണ് സെന്റിനലീസ് എന്ന ഒറ്റപ്പെട്ട ആദിവാസി സമൂഹമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവർ പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിച്ചു വരുന്നു. ആരെങ്കിലും ദ്വീപിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അവർ അമ്പും വില്ലും ഉപയോഗിച്ച് സ്വന്തം പ്രദേശം സംരക്ഷിക്കും. അതിനാലാണ് ഇന്ത്യ സർക്കാർ ഈ ദ്വീപിന് ചുറ്റും ഒരു സുരക്ഷാ മേഖല പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ പോകാൻ സാധാരണ ജനങ്ങൾക്ക് അനുവാദമില്ല. ഇതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. പുറം ലോകത്തു നിന്നുള്ള സാധാരണ രോഗങ്ങൾ പോലും ഈ സമൂഹത്തിന് വലിയ ഭീഷണിയായേക്കാം. കാരണം അവർക്കത് നേരിടാനുള്ള പ്രതിരോധശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനാണ് ഈ വിലക്ക്. ശരി, അപ്പോൾ നമ്മളിന്ന് കണ്ടത് പ്രകൃതി തന്നെ സംരക്ഷിക്കുന്ന ഒരു ദ്വീപ്, 17,000 വർഷം പഴക്കമുള്ള ചിത്രങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗുഹ, പാമ്പുകൾ നിറഞ്ഞ മറ്റൊരു ദ്വീപ്, ലോകപ്രശസ്തമായ രഹസ്യ സൈനിക കേന്ദ്രം, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തത്തിൻ്റെ ഓർമ്മ, നൂറ്റാണ്ടുകളുടെ ചരിത്രം സൂക്ഷിക്കുന്ന ഒരു മഹത്തായ ആർക്കി. ഇതിലേത് സ്ഥലമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്? കമൻറ്റിൽ പറയുക. അടുത്ത വീഡിയോയിൽ ലോകത്തിലെ 7 ഏറ്റവും വിചിത്രമായ സ്ഥലങ്ങൾ കാണാം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇത്തരം മിസ്റ്ററി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക്